ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെയിം ട്രിപ്ലെറ്റ്സ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അമൃതപ്പൊടി കൊണ്ടുള്ള ഒരു കൽത്തപ്പ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അത് നമ്മൾ ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കുന്നത്. അതിനിവിടെ ഞാൻ 3 ആച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും പാർന്നിട്ടുണ്ട്. ഇനി ആ ശർക്കര ഒന്ന് ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കൽത്തപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3/4 കപ്പ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ, അതിനുശേഷം അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അതിലോട്ട് നല്ല ജീരകം, അതിലോട്ട് ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് തരിയാളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതാ ശർക്കരപ്പാനി നല്ലോണം തളിച്ചിട്ടുണ്ട്. ഒക്കെ കട്ടകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ അടിച്ച് വെച്ച ബാറ്ററിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ചൂടോട് കൂടി ശർക്കരപ്പാനി ഇതിലേക്ക് പാർന്നാലാണ് നല്ലോണം ആരെടുക്കുള്ളൂ. അപ്പോൾ അത് കൽത്തപ്പത്തിനുള്ള ബാറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഞാൻ ആദ്യം ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കോരിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് ചീരുള്ളി ഇട്ട് കൊടുക്കുക. ചീരുള്ളിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുക്കർ ഹൈ സ്പീഡ് ഇട്ടതിന് ശേഷം അതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് അതിനെ മേലോട്ട് കുറച്ചായിട്ട് വിതറി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റണം കേട്ടോ. കുക്കർ ആദ്യം ഹൈ സ്പീഡ് ഇട്ട് വെക്കുക. 1 മിനിറ്റ് നേരം ഹൈ സ്പീഡ് ഇട്ടതിന് ശേഷം ബാക്കി 14 മിനിറ്റ് ലോ സ്പീഡിൽ ഇട്ടുകൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 14 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൽത്തപ്പം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാക്കണോ അമൃതപ്പൊടി കൊണ്ടുള്ള കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.